അഭയകൃഷ്ണ MLP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയ്ക്കുള്ള മറുപടിയോ എന്ന വിഷയത്തെ പറ്റി സംസാരിക്കാനാണ്. പ്രകൃതി മനുഷ്യൻ അമ്മയെപ്പോലെയാണ്. മനുഷ്യന് വേണ്ടതെല്ലാം പ്രകൃതി നൽകുന്നു. എന്നാൽ മനുഷ്യൻ പ്രകൃതിക്ക് തിരിച്ചറിയുന്നത് എന്താണ്? വെട്ടിനിരത്തിയ കാടുകളും മണ്ണിട്ട് നശിപ്പിക്കപ്പെട്ട വയലുകളും ഒക്കെ നമുക്ക് നൽകുന്നത് ദുരന്തങ്ങളുടെ വേദനയാണ്. നമ്മെ പരിപാലിച്ച നമ്മുടെ പ്രകൃതി ഇന്നൊരു പ്രതികാര ദുർഗയായി മാറിയിരിക്കുകയാണ്. അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. പക്ഷിമഘട്ടത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് വായിക്കാൻ ഗവൺമെൻറ് നിയമിച്ച ശ്രീ മാധവ് ഗാഡ്ഗിൽ 2013 പറഞ്ഞു, പക്ഷിമഘട്ടം ആകെ തകർന്നിരിക്കുകയാണ്. ഇനിയും ഒരു നടപടി എടുത്തില്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അത് സംഭവിക്കാൻ നിങ്ങൾ കരുതും പോലെ യുഗങ്ങളൊന്നും വേണ്ട. വെറും 4-5 വർഷങ്ങൾ മാത്രം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ടാകും. ആരാണ് കള്ളം പറഞ്ഞതെന്നും ഭയപ്പെടുത്തുന്നതെന്നും അത് നിങ്ങൾക്ക് തനിയെ മനസ്സിലാകും. 2018 ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ 5 വർഷം കൊണ്ട് അത് സംഭവിച്ചു. നമുക്കറിയാം, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു നാടാണ് നമ്മുടെ ഈ കേരളം. മരങ്ങളാലും പുഴകളാലും സമ്പന്നമാണ് നമ്മുടെ ഈ കേരളം. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും നമ്മുടെ ഈ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി പ്രകൃതിയെ കാത്തു സൂക്ഷിച്ചതുപോലെ വരും തലമുറയ്ക്കായി നമുക്കും പ്രകൃതിയെ കാത്തു സൂക്ഷിക്കാനുള്ള കടമയുണ്ട് എന്ന് ആരും മറക്കരുത്. അങ്ങനെ ഒരു നല്ല പ്രകൃതി നമ്മെ കാത്തു പരിപാലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.